സെമിനാർ ഹാളിലെ ആ പഴയ കസേരകൾക്ക് മുകളിലൂടെ വൈകുന്നേരത്തെ വെയിൽ പതുക്കെ മങ്ങിക്കൊണ്ടിരുന്നു. ആകാശിൻ്റെ ഉള്ളിൽ നിന്ന് അത്രയും നാൾ അടക്കി വെച്ച വാക്കുകൾ പുറത്തു വന്നപ്പോൾ ഗീതുവിന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവളുടെ കൺകോണിൽ ഒരു ചെറിയ കണ്ണുനീർത്തുള്ളി ബാക്കിയുണ്ടായിരുന്നു. ഇത്രയും കാലം താൻ മനസ്സിൽ കൊണ്ടു നടന്ന ആ വലിയ ഭാരം മാഷ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞത് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പുറത്തെ വരാന്തയിൽ നിന്നും ചെരുപ്പിൻ്റെ ശബ്ദം കേട്ടത്. സന രജിസ്റ്റർ ബുക്കുമായി തിരികെ വരികയായിരുന്നു. ആ ശബ്ദം കേട്ടതും ഗീതു പെട്ടെന്നൊന്ന് പരിങ്ങി. അവൾ വേഗം തറയിൽ ചിതറിക്കിടന്ന ഫയലുകൾ ഓരോന്നായി പെറുക്കിയെടുക്കാൻ തുടങ്ങി. ആകാശം മേശപ്പുറത്തിരുന്ന് പേനയെടുത്ത് ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് ഒരു സാധാരണ ഭാവം വരുത്താൻ ശ്രമിച്ചു. അകത്തേക്ക് കയറി വന്ന സന ബുക്ക് മേശപ്പുറത്ത് വെച്ചു. അവൾ രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഗീതുവിൻ്റെ മുഖത്തെ ആ കള്ളച്ചിരിയും ആകാശിൻ്റെ കണ്ണുകളിൽ മാസങ്ങൾക്ക് ശേഷം കണ്ട ആ തെളിച്ചവും സനയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. അവൾ ചുണ്ടിലൊതുക്കിയ ഒരു ചിരിയോടെ ആകാശിനെ നോക്കി. ഇതാ മാഷേ, ഇതിൽ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമാണ്. സന ഒരു ചിരിയോടെ ഗീതുവിനെ നോക്കി മാഷിനോട് പറഞ്ഞു. ആ ശരി സന, ഞാൻ നോക്കിക്കോളാം. സമയം ഒരുപാടായി. രണ്ടുപേരും ബസ് വരുന്നതിന് മുമ്പ് ഇറങ്ങിക്കോ. ബാക്കി നമുക്ക് നാളെ ക്ലാസ്സിൽ വെച്ച് സംസാരിക്കാം. ആകാശ് തൻ്റെ ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിക്കാതെ ഒരു അധ്യാപകൻ്റെ ഗൗരവം വീണ്ടെടുക്കാൻ ശ്രമിച്ച് പറഞ്ഞു. രണ്ടുപേരും ബാഗും എടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ ആകാശ് ജനലിലൂടെ അവരെ നോക്കുന്നുണ്ടായിരുന്നു. കോളേജ് മുറ്റത്തെ ആ വലിയ തടൻമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിയതും സന ഗീതുവിൻ്റെ തോളിൽ ചെറിയൊരു നുള്ളു വെച്ചു കൊടുത്തു. എന്താടേ അവിടെ ഉണ്ടായത്? നിന്റെ മുഖം കണ്ടിട്ട് എന്തോ വശക്കേടുണ്ടല്ലോ. മാഷ് എന്താ പറഞ്ഞത്? സന വല്ലാത്തൊരു ആകാംക്ഷയോട് ചോദിച്ചു. ഗീതു തൻ്റെ ബാഗിൻ്റെ വള്ളിയിൽ വിരലുകൾ ചുറ്റിക്കൊണ്ട് പതുക്കെ തല താഴ്ത്തി ചിരിച്ചു. മാഷ് എല്ലാം പറഞ്ഞു സന. ഞാൻ മാറി നടക്കുന്നത് കണ്ട് പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്ന്. എന്നെ ഒരുപാട് ബാക്കി പറയാൻ ഗീതുവിന് വല്ലാത്തൊരു നാണം വരുന്നുണ്ടായിരുന്നു. എനിക്ക് അന്നേ അറിയാമായിരുന്നുടി, മാഷിന് നിൻ്റെ ജീവനാണ്. അവസാനം നിൻ്റെ വാശിയിൽ നിൻ്റെ പുള്ളിക്കാരൻ വീണു. സന അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത്രയും നാൾ സങ്കടപ്പെട്ടിരുന്ന തൻ്റെ കൂട്ടുകാരുടെ മുഖത്ത് ആ പഴയ വെളിച്ചം തിരിച്ചു വന്നത് കണ്ടപ്പോൾ സനയ്ക്കും ഉള്ളിൽ വലിയൊരു ആശ്വാസം തോന്നിയിരുന്നു. അതേസമയം കോളേജിൽ നിന്നും ഇറങ്ങിയ ആകാശിൻ്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമായിരുന്നു. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മെയിൻ റോഡിലേക്ക് ഇറങ്ങി. വൈകുന്നേരത്തെ തണുത്ത കാറ്റ് അവൻ്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ബൈക്ക് യാത്ര അവന് വല്ലാത്തൊരു ശ്വാസം മുട്ടലായിരുന്നു. വീട്ടിലെത്തിയാൽ എന്ത് ചെയ്യണമെന്നറിയാതെ മുറിയിൽ അടച്ചിരുന്ന ആ പഴയ ദിവസങ്ങളെല്ലാം അവൻ ഓർത്തു. എന്നാൽ ഇന്ന് ആ കാറ്റിന് പോലും ഒരു പ്രത്യേക സുഗന്ധമുള്ളതുപോലെ അവന് തോന്നി. റോഡരികിലെ കാഴ്ചകളെല്ലാം അവന് കൂടുതൽ മനോഹരമായി തോന്നി. അവൻ അറിയാതെ തന്നെ ചുണ്ടിലൊരു ചെറിയ പാട്ട് മൂളുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയ ആകാശ് ബൈക്ക് വയ്ക്കുന്ന ഒച്ച കേട്ട് അമ്മ വരാന്തയിലേക്ക് വന്നു. സാധാരണ വീട്ടിൽ വന്നാൽ മുഖം കറുപ്പിച്ച് തന്നോട് മിണ്ടാതെ നേരെ മുറിയിലേക്ക് കയറിപ്പോകുന്ന മകനെയാണ് അമ്മ ആ ദിവസങ്ങളിൽ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഹെൽമറ്റ് മാറ്റുമ്പോൾ ആകാശിൻ്റെ മുഖത്ത് നല്ലൊരു ചിരിയുണ്ടായിരുന്നു. എന്താടാ ഇപ്പോൾ ഒരു വലിയ സന്തോഷം? കോളേജിൽ വല്ല വിശേഷവുമുണ്ടോ? അമ്മ അത്ഭുതത്തോടെ ചോദിച്ചു. ഏയ്, പ്രത്യേകിച്ച് ഒന്നുമില്ലമ്മേ. ഇന്ന് ക്ലാസ്സൊക്കെ കുറച്ച് നേരത്തെ തീർന്നു. അതിൻ്റെ ഒരു റിലാക്സേഷൻ, അവൻ ബാഗ് കസേരയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. അവൻ വേഗം പോയി കുളിച്ച് ഫ്രഷായി വന്നു. ചായ കുടിക്കാനിരുന്നപ്പോൾ അവൻ അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നാട്ടിലെ വിശേഷങ്ങളും അമ്മയുടെ ചെറിയ സുഖവിവരങ്ങളുമൊക്കെ അവൻ തന്നെ അങ്ങോട്ട് എടുത്തു ചോദിച്ചു. രാത്രി അത്താഴം കഴിക്കാനിരുന്നപ്പോഴും അവൻ നല്ല ഊർജ്ജസ്വലനായിരുന്നു. സാധാരണ 2 ഉരുള ചോറ് കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന അവൻ ഇന്ന് അമ്മയോട് ചോദിച്ചു വാങ്ങിക്കഴിക്കുന്നത് കണ്ട് അമ്മയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. എങ്കിലും ഉള്ളിൽ എന്തോ ഒരു മാറ്റം മകന് വന്നിട്ടുണ്ടെന്ന് ആ അമ്മ മനസ്സ് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് റൂമിൽ കയറി വാതിലടച്ച ശേഷമാണ് ആകാശിന് ശരിക്കുള്ള പരിഭ്രമം തുടങ്ങിയത്. അവൻ കട്ടിലിൽ കിടന്ന് ഫോൺ കയ്യിലെടുത്തു. കോളേജിലെ 3rd ഇയർ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു. അതിൽ നിന്നും ഗീതുവിൻ്റെ നമ്പർ അവൻ തപ്പിയെടുത്തു. ആ നമ്പറിലേക്ക് നോക്കി അവൻ കുറേ നേരം ഇരുന്നു. ഒരു മെസ്സേജ് അയക്കണോ അതോ വേണ്ടയോ? അവൻ സ്വയം ചോദിച്ചു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ രാത്രി ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുന്നത് ശരിയാണോ എന്ന ചിന്ത അവൻ്റെ ഉള്ളിൽ വന്നു. അവൻ ഹലോ എന്ന് ടൈപ്പ് ചെയ്തു. പിന്നെ വേണ്ടെന്ന് വെച്ച് അത് ഡിലീറ്റ് ചെയ്തു. വീണ്ടും താൻ ഉറങ്ങിയോ എന്ന് ടൈപ്പ് ചെയ്തു.
അതും കളഞ്ഞു. ഒടുവിൽ വല്ലാത്തൊരു ധൈര്യം സംഭരിച്ച് അവനൊരു ചെറിയ മെസ്സേജ് അയച്ചു. ഹായ്, റെഫറൻസ് ബുക്കുകളൊക്കെ എടുത്തു വെച്ചില്ലേ? നാളെ കാണാം. അപ്പുറത്ത് ഗീതവും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ മുതൽ അവളുടെ മുഖത്തെ ആ കാർമേഘങ്ങളെല്ലാം മാറിയിരുന്നു. മുറ്റത്ത് നിന്നും ഉണങ്ങിയ തുണിയൊക്കെ വാരിക്കൊണ്ടുവരുന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് അവൾ വെറുതെ ഒരു ഉമ്മ കൊടുത്തു. അച്ഛൻ പേപ്പർ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ അരികിൽ ചെന്ന് വെറുതെ തമാശകൾ പറഞ്ഞു. എപ്പോഴും ഉള്ളിൽ എന്തൊക്കെയോ ഓർത്ത് അവൾ ഒറ്റയ്ക്ക് ചിരിക്കുന്നത് അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാത്രി റൂമിൽ വന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നപ്പോഴും ഗീതുവിൻ്റെ ശ്രദ്ധ ഫോണിലായിരുന്നു. മാഷ് മെസ്സേജ് അയക്കുമോ എന്നൊരു ചെറിയ പ്രതീക്ഷ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഫോണൊന്ന് വൈബ്രേറ്റ് ചെയ്തത്. ആകാശ് മാഷിൻ്റെ നമ്പറിൽ നിന്നുള്ള ആ മെസ്സേജ് കണ്ടതും അവളുടെ നെഞ്ച് പടപടാ മിടിക്കാൻ തുടങ്ങി. അവൾ വേഗം റിപ്ലൈ ടൈപ്പ് ചെയ്തു. ഓക്കെ മാഷേ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, നാളെ കൃത്യമായി കൊണ്ടുവരാം. അവിടെ നിന്നാണ് അവർ തമ്മിലുള്ള ആ പുതിയ ബന്ധം തുടങ്ങുന്നത്. രണ്ടാൾക്കും തുടക്കത്തിലൊരു പരിഭ്രമം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് മെസ്സേജുകളുടെ ഒരു ഒഴുക്കായിരുന്നു. രാത്രികളിൽ വീട്ടുകാർ ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ മണിക്കൂറുകളോളം ചാറ്റ് ചെയ്യുമായിരുന്നു. പകൽ മുഴുവൻ കോളേജിൽ കണ്ട കാര്യങ്ങളും അടുത്ത ദിവസത്തെ പ്ലാനുകളും ഒക്കെ അവർ അതിലൂടെ പങ്കുവെച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ കോളേജിൽ അവർ തമ്മിലുള്ള പ്രണയം തികച്ചും മനോഹരമായ ഒരു ഒളിച്ചുകളിയായിരുന്നു. ക്ലാസ്സിൽ ആകാശ് മാഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഗീതുവിനെ ആരും കാണാതെ ഒന്ന് നോക്കും. അവൾ അപ്പോൾ കയ്യിലിരിക്കുന്ന പേനയുടെ അറ്റത്ത് കടിച്ചുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നത് പോലെ അഭിനയിക്കുമെങ്കിലും അവളുടെ ശ്രദ്ധ മുഴുവൻ മാഷിലായിരിക്കും. ചിലപ്പോൾ ആകാശ് ബോർഡിൽ എഴുതുന്നതിനിടയിൽ പതുക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലുടക്കും. ആരും കാണാതെ അവൾ ചുണ്ടിൽ ഒതുക്കുന്ന ആ ചെറിയ ചിരി കാണുമ്പോൾ ആകാശിന് ക്ലാസ് എടുക്കാനുള്ള ഊർജം ഇരട്ടിയാകും. വൈകുന്നേരങ്ങളിൽ കോളേജ് ലൈബ്രറിയുടെ ആരും വരാത്ത പുസ്തക റാക്കുകൾക്കിടയിലായിരുന്നു അവരുടെ ചെറിയ മീറ്റിങ്ങുകൾ. പുതിയ പുസ്തകം തിരയുന്ന മട്ടിൽ ഗീത ഒരു റാക്കിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ആകാശ് പതുക്കെ അങ്ങോട്ട് വരും. ഇന്ന് ക്ലാസ്സിലിരുന്നപ്പോൾ തനിക്ക് വല്ലാതെ ഉറക്കം വരുന്നുണ്ടായിരുന്നല്ലോ. ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ആകാശ് ശബ്ദം താഴ്ത്തി പറയും. അതിന് ഇന്നലെ രാത്രി എന്നെ ഉറക്കാതിരുന്ന് മെസ്സേജ് അയപ്പിച്ചത് ആരാണെന്ന് കൂടി മാഷ് പറയൂ. ഗീത പുസ്തകം കൊണ്ട് മുഖം മറച്ച് അടക്കി പിടിച്ച് ചിരിച്ചുകൊണ്ട് പറയും. ആ ചെറിയ കുശലം പറച്ചിലുകൾ അവരുടെ പ്രണയത്തെ കൂടുതൽ സുന്ദരമാക്കി. ഈ കാര്യങ്ങളെല്ലാം സനയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു. ക്ലാസ്സിൽ അവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നതും പരുങ്ങുന്നതും കാണുമ്പോൾ സന ബെഞ്ചിലിരുന്ന് ഗീതനെ നോക്കി കണ്ണ് കാണിക്കും. ലൈബ്രറിയിൽ അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി കാവൽ നിൽക്കുന്നത് സനയായിരുന്നു. രണ്ടുപേരുടെയും ഈ ഒളിച്ചുകളി കണ്ട് സന എപ്പോഴും അവരെ നോക്കി തലയാട്ടി ചിരിക്കുമായിരുന്നു. ചില ദിവസങ്ങളിൽ കോളേജ് കഴിഞ്ഞുള്ള സമയങ്ങളിൽ അവർ ചെറിയ രീതിയിലൊന്ന് പുറത്തു പോകാൻ തുടങ്ങി. വീട്ടിൽ എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഗീതു അനുവാദം വാങ്ങുന്നത്. കോളേജിന് കുറച്ചകലെയുള്ള അധികം ആളുകൾ വരാത്തൊരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ്റെ വശത്തുള്ള തണൽമര ചുവട്ടിലാണ് അവർ വന്നിരിക്കുക. ബൈക്ക് ദൂരെ ഒതുക്കി നിർത്തി ആ തണലിലിരുന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നാട്ടിൻപുറത്തെ ആ പച്ചപ്പും ദൂരെ നിന്നും വരുന്ന ട്രെയിനിൻ്റെ ശബ്ദവുമൊക്കെ അവരുടെ പ്രണയത്തിന് വല്ലാത്തൊരു ഭംഗി നൽകി. അവിടെയുള്ള ആ ഒരു ചെറിയ സിമൻറ്റ് ബെഞ്ചിലിരിക്കുമ്പോൾ ഗീതു പതുക്കെ ആകാശിൻ്റെ മുഖത്തേക്ക് നോക്കി. മാസങ്ങൾക്ക് മുൻപ് തൻ്റെ പ്രണയം നിരസിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിൻ്റെ വരാന്തയിൽ വെച്ച് ഇതേ മാഷ് സംസാരിച്ച കാര്യങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ. അന്നെന്നെ അത്രയും കാര്യത്തിൽ ഉപദേശിച്ച് മടുപ്പിച്ചപ്പോൾ ഇപ്പോൾ ഇങ്ങനെ എൻ്റെ കൂടെ വന്നിരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചോ മാഷേ? അവളൊരു കുസൃതി ചിരിയോടെ ചോദിച്ചു. ആകാശ് പതുക്കെ ഒന്ന് ചിരിച്ചു. അവൻ ദൂരേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ട്രാക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ലടോ, അന്നത്തെ എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണമായിരുന്നു. പക്ഷെ താൻ എന്നോട് മിണ്ടാതെ മാറി നടന്നപ്പോൾ ഉണ്ടായ ആ ഒരു ശൂന്യതയുണ്ടല്ലോ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് താൻ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന്. തന്നെ തളർത്താൻ നോക്കിയതാ, പക്ഷെ തോറ്റുപോയി. അത് കേട്ടപ്പോൾ ഗീതുവിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. അവൾ തൻ്റെ കയ്യിലിരുന്ന് ചെറിയ പേപ്പർ കപ്പ് പതുക്കെ തിരിച്ചു കൊണ്ടിരുന്നു. മാഷ് എനിക്ക് തന്ന ആ സങ്കടങ്ങൾക്കൊക്കെയുള്ള പലിശയാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹം. എനിക്കിങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി മാഷേ, വേറൊന്നും വേണ്ട, അവൾ വല്ലാത്തൊരു ആശ്വാസത്തോടെ പറഞ്ഞു. അവൻ മെല്ലെ അവളുടെ കയ്യിൽ പിടിച്ചു കൈകൾ കോർത്തു. നമുക്ക് നോക്കാം, തനിക്ക് ഞാൻ തന്ന സങ്കടങ്ങളൊക്കെ സ്നേഹം കൊണ്ട് ഞാൻ മാറ്റിത്തരും, ആകാശ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞു.
വൈകുന്നേരത്തെ വെയിൽ പതുക്കെ മങ്ങി തുടങ്ങിയപ്പോൾ ആകാശ് വാച്ചിലേക്ക് നോക്കി. സമയം 5:30 ഗീതു. താൻ വീട്ടിൽ പറഞ്ഞ സമയം കഴിഞ്ഞില്ലേ? ഇനി വൈകിയാൽ അമ്മ തിരക്കും. നമുക്കിറങ്ങാം. അവൾ പതുക്കെ എഴുന്നേറ്റ് ബാഗ് തോളിലിട്ടു. അവർ രണ്ടുപേരും തിരികെ ബൈക്ക് വെച്ചിരുന്ന ഇടത്തേക്ക് നടന്നു. ആ ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവർ മടങ്ങുമ്പോൾ അവരുടെ പ്രണയം അതിൻ്റെ ഏറ്റവും സുന്ദരമായ വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് രണ്ടുപേരും ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ ഈ സന്തോഷങ്ങൾക്കിടയിലും അവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ചില നിഴലുകൾ വീഴാൻ തുടങ്ങുന്നുണ്ടെന്ന് അവർ അപ്പോഴും അറിഞ്ഞിരുന്നില്ല.